വെൽക്കം ബാക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തവനൂരിൽ കൂടുതൽ വോട്ട് പിടിക്കുന്ന ഭാരവാഹികൾക്ക് ലീഗ് നേതാവ് വിദേശയാത്ര ഓഫർ ചെയ്തതിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കലക്ടർ. ചട്ടലംഘനം ഉണ്ടായോ എന്ന് പരിശോധിക്കും. എസ്.പിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കലക്ടർ വ്യക്തമാക്കി. വി.എസ്. ജോയിക്ക് ഏറ്റവും കൂടുതൽ ലീഡ് നൽകുന്ന കമ്മിറ്റിക്കാണ് 15 ദിവസത്തെ ഗൾഫ് യാത്ര മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവഹാജി ഓഫർ ചെയ്തത്. അത് UAE പോകാൻ ഒരു റിട്ടേൺ ടിക്കറ്റും 15 ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള അക്കോമഡേഷനും സ്പോൺസർ ചെയ്ത്. ഓക്കെ, അത് മംഗലം തന്നെ അടിക്കുന്ന എനിക്ക് തോന്നുന്നത്. അടിക്കുകയാണെങ്കിൽ മംഗലത്തിന് അടിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് നിങ്ങൾ നിറവേറ്റണം. നിങ്ങളുടെ ബൂത്തിലാണ് നിങ്ങളുടെ പണി. ബൂത്തിൽ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ബൂത്ത് ആരാണ് ലീഡ് ചെയ്യണം നോക്കണം. ഏത് ബൂത്താണ് ലീഡ് ചെയ്യുന്നത്, അതിനും കൂടി പഞ്ചായത്ത് ഒരു പ്രൈസ് പറഞ്ഞു. ഏത് ബൂത്താണ് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന പഞ്ചായത്തും ഒരു ടിക്കറ്റ് കൊടുക്കുന്ന പറഞ്ഞത്. ഒരു റിട്ടേൺ ടിക്കറ്റ് പഞ്ചായത്തോട് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന ബൂത്ത് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യണം. ഇനി തമാശയും കളിയൊന്നുമില്ല. നമുക്ക് വോട്ട് ചെയ്യലാണ് ചേർക്കാനും ഇപ്പൊ സമയമില്ല. സോണൽ കൃഷ്ണയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സോണൽ, ഇതിപ്പോൾ എന്താണ്? ജില്ലാ കളക്ടർ നടപടിയെടുക്കാൻ പോവുകയാണോ? ഈ പരാമർശം പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? വിനീത, പ്രധാനമായി ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുള്ളത്. ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയോട് ജില്ലാ കളക്ടർ നേരിട്ട് തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പ്രവർത്തകർ ഈ ഒരു പ്രഖ്യാപനത്തോടുകൂടി വലിയ ആവേശത്തിലാണ് തവനൂരുള്ളത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഇന്നലെ നടന്ന മണ്ഡലം കൺവെൻഷനിലാണ് ഇത്തരത്തിൽ ബാവഹാജിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അതായത് വി.എസ്. ജോയെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി എല്ലാ തലത്തിലുള്ള പ്രവർത്തനങ്ങളും തവനൂരിൽ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ ലീഡ് ഏത് ബൂത്ത് കമ്മിറ്റിയാണോ വി.എസ്. ജോയ്ക്ക് വേണ്ടി നൽകുന്നത്, ആ കമ്മിറ്റിയിലുള്ളവർക്ക് കൃത്യമായൊരു വിദേശ യാത്ര 15 ദിവസത്തെ യാത്രയാണ് ഈ ബാവഹാജി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം ഓഫർ ചെയ്തിട്ടുള്ളത്. അത് തന്റെ ചെലവിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ബാവഹാജി ആ വേദിയിൽ വെച്ച് പറയുന്നുണ്ട്. അതിന് പിന്നാലെ തന്നെ പ്രവർത്തകർ വലിയ കയ്യടിയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രസ്താവനയെ, ഈ ഒരു പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തത്. അതിനുശേഷം കടുത്ത പ്രവർത്തനങ്ങളാണ് തവനൂർ മണ്ഡലത്തിൽ UDFന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ രസിപ്പിക്കുന്ന കാഴ്ചയാണ് എന്നുള്ളതും പറഞ്ഞു വെക്കേണ്ടതുണ്ട്. എന്തായാലും ബാവഹാജിയെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി തവനൂരിൻ മണ്ഡലത്തിൽ പരിഗണിച്ചിരുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ പിന്നീട് അത് ചെറിയ തർക്കത്തിലേക്കൊക്കെ മാറിയെങ്കിലും അതൊക്കെ മയപ്പെട്ടുകൊണ്ട് എല്ലാവരും കൂടിച്ചേർന്ന്, കോൺഗ്രസും ലീഗും എല്ലാവരും കൂടിച്ചേർന്ന് വി.എസ്. ജോയ്ക്ക് വേണ്ടി, വി.എസ്. ജോയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കാഴ്ച തവനൂർ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ ഇത്തരം ഒരു പ്രഖ്യാപനം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ബാവഹാജിയും വ്യക്തമാക്കുന്നത്. വിനീത, ശരി, സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.